ഹലോ, എല്ലാവർക്കും നമസ്കാരം. പ്രൈസ് ആക്ഷൻ്റെ വിവിധ ക്ലാസ്സുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? നമ്മൾ എന്നും ഓരോ ദിവസവും ഓരോ പാറ്റേൺസ് വെച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഡബ്ല്യു പാറ്റേൺ, എം പാറ്റേൺ, ട്രയാങ്കിൾ പാറ്റേൺ, അങ്ങനെ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ടായിരിക്കണം ഈ വീഡിയോയിട്ട് വരുന്നതെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇറ്റ്സ് മീ ലിൻഡോ. ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ട്രേഡിംഗ് ജേർണി വിത്ത് ട്രേഡിംഗ് മൈൽസ്റ്റോൺ. നമ്മൾ പറയാൻ പോകുന്നത് ഡയമണ്ട് പാറ്റേൺ. നിങ്ങൾ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും, ചിലർക്കെങ്കിലും അറിയായിരിക്കും അല്ലേ? ഡയമണ്ട് പാറ്റേൺ ഉപയോഗിച്ചിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം, എന്താണ് ഡയമണ്ട് പാറ്റേൺ, ഇത് ട്രേഡിൽ എങ്ങനെ നമ്മൾ കാണപ്പെടുന്നു, ഇതിൻ്റെ ടൈം ഫ്രെയിം എന്താണ്, ഡയമണ്ട് പാറ്റേണിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെ ട്രേഡ് ചെയ്യാം. വാച്ച് ഇറ്റ്. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടെക്നിക്കൽ അനാലിസിസ് ആണ് ഡയമണ്ട് പാറ്റേൺ എന്ന് പറയുന്നത്. ഇത് മാർക്കറ്റിൻ്റെ ഒരു ടോപ്പിലോ അല്ലെങ്കിൽ ടോപ്പിൻ്റെ അടുത്തോ ഒക്കെ ഇത് നമ്മൾ കാണപ്പെടുകയാണെങ്കിൽ ഇത് അപ് ട്രെൻഡിൻ്റെ റിവേഴ്സലായിട്ട് നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെയാണ് ഡൗൺ സൈഡിൽ കാണപ്പെടുകയാണെങ്കിൽ ഡൗൺ ട്രെൻഡിൻ്റെ ഒരു റിവേഴ്സലായിട്ടും ഇത് കണക്കാക്കാം. ഈ ഡയമണ്ട് പാറ്റേൺ എന്നത് പ്രധാനമായിട്ടും ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ആയിട്ടാണ് പറയുന്നത്. ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഡയമണ്ട് പാറ്റേൺ ആണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ ഒരു വീഡിയോ കാണാത്തവർ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. ഹെഡ് ആൻഡ് ഷോൾഡറിനകത്ത് പറയുന്നത് പോലെ തന്നെ ഡയമണ്ടിൻ്റെ ആ ഒരു പാറ്റേൺസിനും ഹെഡ് ആൻഡ് ഷോൾഡറിനും ചെറിയൊരു സാമ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ വ്യക്തമായിട്ട് ഇത് ഡയമണ്ട് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ ഡയമണ്ട് ടോപ്പ് ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരു അൺകോമൺ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. പക്ഷേ ഇത് ഒരിക്കൽ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു സ്ട്രോങ് ഇൻഡിക്കേറ്റർ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ആ കറന്റ് അപ് ട്രെൻഡിന്റെ ഒരു റിവേഴ്സലാണെന്നുള്ളത് വളരെ ആക്യുറബിൾ ആണ്. കാരണം ഇത് അങ്ങനെ എപ്പോഴും നമ്മൾ മാർക്കറ്റിൽ കാണപ്പെടുന്നില്ല. പക്ഷേ ഇത് വൺസ് ഇത് വന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് എഫക്റ്റീവാണ് കേട്ടോ. ഡയമണ്ട് എന്നുള്ള പേര് തന്നെ വളരെ രസകരമാണല്ലേ. ഇതെങ്ങനെയാണ് വന്നത്? അതായത് ഇതിൻ്റെ ട്രെൻഡ് ലൈൻസ്, ഈ ഡയമണ്ട് പാറ്റേൺ അത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ട്രെൻഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഹയർ ഹൈസും ലോവർ ലോസും തമ്മിലുള്ള ഒരു ട്രെൻഡ് ലൈൻസ്, അത് തമ്മിൽ ജോയിൻ ചെയ്ത ഒരു ട്രെൻഡ് ലൈൻ അവിടെ ഫോം ചെയ്യുകയാണ്. അങ്ങനെ അതൊരു ഡയമണ്ട് ഷേപ്പായിട്ട് മാറുന്നത് കൊണ്ടാവാം ഇതിന് ഡയമണ്ട് പാറ്റേൺ എന്ന് പേര് വന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇത് നമുക്ക് കുറച്ച് വലിയ ടൈം ഫ്രെയിംസിലാണ് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത്. വളരെ ചെറിയ ടൈം ഫ്രെയിംസിൽ നമുക്ക് ഡയമണ്ട് പാറ്റേൺ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിച്ചെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ കുറച്ച് വലിയ ടൈം ഫ്രെയിംസിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി ട്രേഡ് എടുക്കുമ്പോൾ എങ്ങനെ ശ്രദ്ധിക്കുന്നത്? അതായത് സ്റ്റോപ്പ് ലോസ് നമ്മൾ എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടത്? സ്റ്റോപ്പ് ലോസ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് റീസെന്റ് ആയിട്ടുള്ള ഡയമണ്ട് പാറ്റേണിന്റെ തന്നെ ഹയസ്റ്റ് പോയിന്റിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ ഡയമണ്ട് ടോപ്പിലാണ് എൻട്രി എടുക്കുന്നതെന്ന് പറഞ്ഞു. ആ ഡയമണ്ട് ടോപ്പിന്റെ ബ്രേക്ക്ഔട്ടിൽ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മൾ ആ ഡയമണ്ടിന്റെ ഹയസ്റ്റ് പോയിന്റ്, ഡയമണ്ടിന്റെ ഉള്ളിൽ തന്നെയുള്ള ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു പീക്ക് ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യേണ്ടത്. ടാർജറ്റ് എന്ന് വെച്ചാലോ, ടാർജറ്റ് എവിടെ വരും? ബേസ്ഡ് ഓൺ ദ വിഡ്ത്ത് ഓഫ് ദ ഡയമണ്ട് പാറ്റേൺ. അതായത് ആദ്യം ഒരു പീക്ക് അവിടെ രൂപപ്പെടുന്നുണ്ട്. ഒരു ഹൈ പീക്ക് രൂപപ്പെട്ടതിന് ശേഷം അവിടെ ഒരു ലോ ട്രഫ് ഫോം ചെയ്യുന്നു. അതുപോലെ തന്നെ പിന്നീട് ഒരു ലോ പീക്ക് അവിടെ ട്രെൻഡിൽ വന്ന ശേഷം ഹൈ ട്രഫ്സ് അത് ഫോം ചെയ്യുന്നു. അതിനുശേഷം ഈ പീക്സും ഈ ട്രഫും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഡയമണ്ട് ആയിട്ട് ഇത് മാറുന്നു. അത് സാധാരണ ഇത് ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ടാണ്, നമുക്ക് ചിത്രത്തിൽ കാണുമ്പോൾ അറിയാം, ഒരു സൈഡിലേക്ക് ചെരിഞ്ഞിട്ടാണ് ഈ ഡയമണ്ട് പാറ്റേൺ കാണപ്പെടുന്നത്. ഈ ടോപ്പ് എന്ന് പറയുന്നത് ഓൾവേസ് ഒരു അപ് ട്രെൻഡിന്റെ അവസാനമായിരിക്കും. അതുപോലെ തന്നെ അടിഭാഗം ഡൗൺ ട്രെൻഡിലെ ഒരു അവസാനമായിട്ട് നമുക്കിത് കണക്കാക്കാനായിട്ട് സാധിക്കും. പിന്നെ ഇത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു കൺഫ്യൂഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് ഇത് ഹെഡ് ആൻഡ് ഷോൾഡർ ആണോ ഡയമണ്ട് ആണോ എന്ന് നമ്മൾ കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഈ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ നമ്മൾ പറഞ്ഞല്ലോ, രണ്ട് ഷോൾഡർ തമ്മിൽ സെയിം ഹൈറ്റിലായിരിക്കും എന്ന് പറഞ്ഞല്ലോ. ഹെഡ് നടുക്ക് കുറച്ച് വലിയൊരു പീക്കായിട്ടും രണ്ട് ഷോൾഡേഴ്സ് സെയിം ഹൈറ്റിലായിരിക്കും കൂടുതലും കാണപ്പെടുന്നത്. പിന്നെയുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഡയമണ്ടിന്റെ ടോപ്പ് സാധാരണ ഒരു ഹെഡ് ആൻഡ് ഷോൾഡറിന് മുമ്പും സംഭവിക്കാറുണ്ട്. ഈ ഡയമണ്ടിന്റെ ഒരു ടോപ്പ് ഫോർമേഷൻ വന്നതിന് ശേഷം അതൊരു ഹെഡ് ആൻഡ് ഷോൾഡറിലേക്കും മാറാറുണ്ട്. അതുകൊണ്ടാണ് കെയർഫുൾ ആയിട്ട് ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഹയർ ഹൈസ് ലോവർ ലോസ് ഒക്കെ ഡയമണ്ട് പാറ്റേൺ മറ്റ് ഹെഡ് ആൻഡ് ഷോൾഡറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് വളരെ കുറവാണ്. ഇത് ഒരു നല്ല ഒരു ട്രെൻഡ് റിവേഴ്സൽ പാറ്റേൺ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഡയമണ്ട് പാറ്റേൺ എന്ന് പറയുന്നത്. എല്ലാ ട്രെൻഡ്സും ആരംഭിക്കുന്നത് ഒരു ബ്രേക്ക് ഔട്ടിൽ നിന്നാണല്ലോ, അല്ലെങ്കിൽ അതിനെ തുടർന്ന് വരുന്നൊരു റാലി ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു ട്രെൻഡ്സ് തന്നെ പ്രൈസ് ഫോളോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഡയമണ്ട് പാറ്റേണിൽ ആ ഒരു ട്രെൻഡ് റിവേഴ്സലാണ് നടക്കുന്നത്. ഡയമണ്ടിന്റെ ബ്രേക്ക് ഔട്ടിൽ അത് തുടർന്ന് വന്നിരുന്ന ആ ഒരു ട്രെൻഡിന്റെ റിവേഴ്സൽ സംഭവിക്കുന്നു. അവിടെ ഒരു ഹൈ റാലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഹൈ പ്രോഫിറ്റ് നമുക്ക് അവിടുന്ന് ഏൺ ചെയ്യാനും സാധിക്കും.
പാറ്റേൺസ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വളരെ ഈസിയാണ് പാറ്റേൺ ഉപയോഗിച്ചിട്ട് ട്രേഡ് ചെയ്യാനായിട്ട്. നമ്മൾ പലപ്പോഴും മാർക്കറ്റിൽ വിവിധ തരത്തിലുള്ള പാറ്റേൺസ് കാണുന്നുണ്ട്. അതിൻ്റെ ടൈം ഫ്രെയിം ബേസിൽ നമ്മൾ പാറ്റേൺസ് സെലക്ട് ചെയ്യുക, എന്നിട്ട് ബ്രേക്ക് ഔട്ട് നോക്കി നമ്മൾ എൻട്രി എടുക്കുക. ഡയമണ്ട് പാറ്റേൺ, ഹെഡ് ആൻഡ് ഷോൾഡർ, ഞാൻ അതുപോലെ തന്നെ W പാറ്റേൺ, ഇതെല്ലാം പറഞ്ഞു. ഇതെല്ലാം എനിക്ക് വളരെ എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. പ്രൈസ് ആക്ഷനിൽ ഈ പാറ്റേൺ ഫോർമേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമ്മൾ ഫസ്റ്റ് അത് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് കണ്ടെത്തുക. നിങ്ങൾ തന്നെ ഒരു ചാർട്ട് എടുത്തിട്ട് നോക്കുക, ഈ ഒരു പാറ്റേൺസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. വൺസ് നമുക്കത് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഏതൊരു സ്റ്റോക്കിലും ഏതൊരു സ്റ്റോക്കിന്റെ പാറ്റേൺ ആയാലും നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പം ഒരു പ്രാവശ്യം ഒരു ഡയമണ്ട് പാറ്റേൺ അണ്ടർസ്റ്റാൻഡ് നമുക്ക് ചെയ്തു എന്ന് വിചാരിക്കുക, വീണ്ടും തീർച്ചയായിട്ടും ഒരു ഡയമണ്ട് പാറ്റേൺ കാണുമ്പോഴും നമുക്ക് ഈസിലി അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. പ്രൈസ് ആക്ഷനെ സംബന്ധിച്ചിടത്തോളം പാറ്റേൺസ് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ട്രയാങ്കിൾ പാറ്റേൺ ഒക്കെ ഞാൻ ഡെയിലി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരാളാണ് എൻ്റെ ട്രേഡിംഗ് ലൈഫിൽ. ഇപ്പം നിങ്ങൾ പ്രത്യേകിച്ച് തന്നെ ഇൻട്രാഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ട്രയാങ്കിൾ പാറ്റേൺസ് ഒക്കെ എന്നും കാണാൻ സാധിക്കും. എനിക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള തോന്നിയിട്ടുള്ള ഒരു മെത്തേഡാണ് ട്രയാങ്കിൾ പാറ്റേൺ. അതുപോലെ തന്നെ പാറ്റേൺ ബ്രേക്ക്ഔട്ട് നോക്കിയിട്ട് ട്രേഡ് എടുക്കുകയാണെങ്കിൽ അത് വളരെ ആക്യുറബിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് ബ്രേക്ക്ഔട്ടിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നതെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു നല്ല പ്രോഫിറ്റബിൾ ടാർഗറ്റ് ഏൺ ചെയ്യാൻ സാധിക്കും. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.